നമസ്കാരം. നോമ്പ് പുതിയ അനുഭവങ്ങളിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഇതുവരെ കാണാത്ത ഇടങ്ങളിലേക്കുള്ള യാത്ര, മഹത്തായ സ്വപ്നങ്ങളുടെ പിന്നാലെയുള്ള സഞ്ചാരം. ഏതാണ്ട് അബ്രഹാമിൻ്റേതുപോലെ തന്നെ ഒരുതരം യഥാസ്ഥാനപ്പെടൽ തന്നെയാണിത്. ശരിക്കും നാം ആയിരിക്കേണ്ടുന്ന ഇടത്തേക്കുള്ള യാത്ര പോലെ. ഇത് നമ്മുടെ അറിവുകളിൽ നിന്നുള്ള മോചനമാണ്. ഫ്രീഡം ഫ്രം ദ നോൺ, ജിദ്ദു പറയുന്നത് പോലെ നമ്മിൽ തന്നെയുള്ള ആശ്രയത്വത്തിൽ നിന്നുള്ള മോചനമാണ്. നമ്മുടേതായ ആഗ്രഹങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്. ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലുണ്ട്, ഇഫ് യു വാണ്ട് ടു വാക്ക് ഓൺ വാട്ടർ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഫ്രം യുവർ ബോട്ട്. ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് ഒരു തൊഴിലല്ല, വിളിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന പുസ്തകം. പൊത്തിഫറിൻ്റേത് ഒരു തൊഴിലും ജോസഫിൻ്റേത് ഒരു വിളിയുമായിരുന്നു എന്ന് തുടങ്ങി നിരവധി ഉദാഹരണങ്ങളുള്ളൊരു പുസ്തകം. യേശുവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള പലതും ഉപേക്ഷിക്കേണ്ടി വരും. ഇതാണ് ശിഷ്യത്വത്തിൻ്റെ ആദ്യ പടി എന്ന പാഠം നാം കേട്ടിട്ടുണ്ടല്ലോ. ശീമോൻ വലയും, സബദി മക്കൾ അപ്പനെയും വള്ളത്തെയും, ലേവി ചുങ്കപ്പെട്ടിയെയും ഒക്കെ ഉപേക്ഷിക്കുന്നതിൻ്റെ പാഠം തന്നെ. നമുക്കും ഉപേക്ഷിക്കുവാനുണ്ട് ഇപ്പോഴും ചിലത്. വല പോലെയുള്ള ചില കെണികളും, വഷളായി പോയ ചില പിന്തുടർച്ചകളും, സാമ്പത്തിക ഇടപാടുകളും, അങ്ങനെ മറ്റു പലതും. ഉദ്ദേശിച്ചത് നമ്മുടെ കംഫർട്ട് സോണുകളെ തന്നെ സുഹൃത്തെ. ഒരുപക്ഷെ യേശുവിനെക്കുറിച്ചുള്ള തൻ്റെ അറിവ് പോരാ എന്നതിൽ നിന്നാവും സക്കായി ഓടിയത്. അതേപോലെ പുരുഷാരത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നാണ് അയാൾ മരക്കൊമ്പിൻ്റെ അപകടകരമായ സാഹസികതയിലേക്ക് കയറി പോകുന്നത്. ശരിക്കും അയാൾ തൻ്റെ ആഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് ഉയർത്തുക തന്നെയാണ് ചെയ്തത്. സത്യത്തിൽ ഇതുകൊണ്ടൊക്കെ തന്നെ ആവുമോ തമ്പുരാൻ അയാളുടെ ഭവനത്തിലെത്തിയിട്ട് പറയുന്നു, ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷ വന്നുവെന്ന്. നോമ്പ് വിശ്വാസത്തിൻ്റെ രാജവീഥികളെ തെളിയിച്ചെടുക്കുന്ന സുന്ദര യാത്രയാണ്. ഹൃദയത്തിൽ ഇന്നേ വരെ തോന്നിയിട്ടില്ലാത്ത പുത്തൻ അനുഭവങ്ങളെ സമ്മാനിക്കുന്ന പ്രയാണം. നമസ്കാരം.